എല്ലാവർക്കും നമസ്കാരം. എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം ആരംഭിക്കുന്നത് ഉമാമഹേശ്വര സംവാദത്തോടു കൂടിയാണ്. വെള്ളിക്കുന്നായ കൈലാസത്തിൽ പള്ളികൊള്ളുന്ന സാക്ഷാൽ മംഗളസ്വരൂപനായ പരമേശ്വരൻ കുടുംബസമേതനായി വിരാജിക്കുന്ന ഭഗവാനോട് ഒരിക്കൽ ഭഗവാന്റെ പ്രിയതമയായ പാർവതീദേവി വന്നു ചോദിക്കുന്നു, അല്ലയോ ഭഗവാനെ, അങ്ങ് ഈ കൈലാസത്തിലിരുന്ന് പലപ്പോഴും ധ്യാനിക്കുന്നതായി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങ് ആരെയാണ് ധ്യാനിക്കുന്നത്? മംഗളസ്വരൂപനായ അങ്ങ് ധ്യാനിക്കുന്നത് അങ്ങയേക്കാൾ ശ്രേഷ്ഠനായി ഈ ലോകത്തിൽ മറ്റാരെങ്കിലും ഉണ്ടോ? അങ്ങ് ഇടയ്ക്കിടയ്ക്ക് മന്ത്രം ചൊല്ലുന്നതും ഞാൻ കാണാറുണ്ട്. എന്ത് മന്ത്രമാണ് അങ്ങ് ജപിക്കുന്നത്? എല്ലാവരും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുമ്പോൾ അങ്ങ് ഏത് മന്ത്രമാണ് ജപിക്കുന്നത്? അപ്പോൾ പരമേശ്വരൻ പാർവതീ ദേവിയോട് പറയുന്നു, ലോകൈക നാഥയായ പാർവതീ ദേവി, ദേവിക്ക് എൻ്റെ മനോഹിതം അറിയാഞ്ഞിട്ടല്ലല്ലോ. ഞാൻ നിത്യവും ധ്യാനിക്കുന്നത് പരമാത്മ ചൈതന്യ സ്വരൂപത്തെ തന്നെയാണ്. ഞാൻ നിത്യവും ജപിക്കുന്നത് രാമമന്ത്രമാണ്. ആ രാമമന്ത്രം താരകമന്ത്രമാണ്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ ഉള്ളിടത്തോളം കാലം പ്രോജ്വലിക്കപ്പെടുന്ന, മാറ്റൊലി കൊള്ളുന്ന വിശിഷ്ടമായ മന്ത്രമാണ് രാമമന്ത്രം. അപ്പോൾ പാർവതീദേവി പരമേശ്വരനോട് ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഭഗവാനെ, ആ രാമമന്ത്രത്തിൻ്റെ, രാമനാമത്തിൻ്റെ മഹാത്മ്യം എനിക്ക് പറഞ്ഞു കേൾപ്പിച്ചു തരണം. അങ്ങനെയാണ് അധ്യാത്മരാമായണം ഉമാമഹേശ്വര സംവാദമായി പരമേശ്വരൻ പാർവതീദേവിക്ക് പകർന്നു കൊടുക്കുന്ന വിധത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇവിടെ കൈലാസം ലോകത്തിലെ തന്നെ ആദ്യത്തെ കുടുംബമാണ്. പരമേശ്വരൻ ആദ്യത്തെ ഗൃഹനാഥനും പരമേശ്വരി ഗൃഹനാഥയുമാണ്. അവിടെ ഗണപതിയും സുബ്രഹ്മണ്യനും ശ്രീഭൂതനാഥനും ഭദ്രകാളിയും നന്ദിയും ഭൃങ്കിയും ഒക്കെയുള്ള ഭൂതഗണങ്ങൾ അവിടെയുണ്ട്. എല്ലാവരും കേൾക്കെ പരമേശ്വരൻ മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രനെ കുറിച്ച് പകർന്നു കൊടുക്കുമ്പോൾ അച്ഛനമ്മമാരുടെ സംവാദം എപ്പോഴും മക്കൾ ശ്രദ്ധിക്കും. ഇപ്പോൾ ലോക നന്മയ്ക്ക് വേണ്ടി അവതാരം ചെയ്ത ശ്രീഹരി വിഷ്ണുവായ ശ്രീരാമചന്ദ്രൻ്റെ സൽചരിതം പുതിയ തലമുറ കേൾക്കട്ടെ, തൻ്റെ കുടുംബാംഗങ്ങൾ കേൾക്കട്ടെ എന്ന കാഴ്ചപ്പാടാണ് ഉമാമഹേശ്വരന്മാർക്കുള്ളത്. പല വീടുകളിലും ഇന്ന് അച്ഛനമ്മമാരുടെ ആ സംഭാഷണം പലപ്പോഴും മക്കൾക്ക് മാതൃകയാവാറില്ല എന്നുള്ളതാണ് വേദനാജനകമായ ഒരു യാഥാർത്ഥ്യം. ഉത്തമങ്ങളായ സന്ദേശങ്ങൾ, ജീവിത മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതാവണം അച്ഛനമ്മമാരുടെ വർത്തമാനം. അച്ഛനമ്മമാരുടെ കാഴ്ചപ്പാടുകൾ മക്കളുടെ ഹൃദയത്തിലേക്ക് ഇത്തരത്തിലുള്ള സംഭാഷണങ്ങളിലൂടെ പകർന്നു കൊടുക്കാൻ സാധിക്കുമെന്ന് ഉമാമഹേശ്വര സംവാദം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഉമാമഹേശ്വര സംവാദത്തിലൂടെ പ്രതിപാദിക്കുന്നു, ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ വിളിച്ചിട്ട് പറയുന്നു, നമ്മുടെ പ്രിയഭക്തനായ ആഞ്ജനേയന് രാമമഹാത്മ്യങ്ങളെക്കുറിച്ച്, നമ്മുടെ ജന്മരഹസ്യത്തെക്കുറിച്ച് അല്ലയോ സീതയെ നീ പകർന്നു കൊടുക്കണമെന്ന് പറയുന്നു. അങ്ങനെ ആഞ്ജനേയ സ്വാമിയെ വിളിച്ച് രാമസീതാ മഹാത്മ്യം പകർന്നു കൊടുക്കുന്നത് മുതലാണ് രാമായണ കഥ ആരംഭിക്കുന്നത്. തുടർന്ന് അധ്യാത്മരാമായണം ചെന്നെത്തുന്നത് പുത്രകാമേഷ്ടി യാഗത്തിലേക്കാണ്. സൂര്യവംശത്തിലെ പ്രബലനും പ്രസിദ്ധനുമായ ചക്രവർത്തിയായിരുന്നു ഇക്ഷ്വാകു. ആ ഇക്ഷ്വാകു വംശത്തിൽ വളരെ ശ്രേഷ്ഠനായിരുന്നു രഘു. രഘുവിൻ്റെ മകൻ അജൻ, അജൻ്റെ ഭാര്യ ഇന്ദുമതി. ആ അജൻ്റെയും ഇന്ദുമതിയുടെയും മകനായിരുന്നു നേമി. വളരെ ചെറിയ പ്രായത്തിലെ അമ്മ നഷ്ടപ്പെട്ടു പോയി, ഇന്ദുമതി മരിച്ചുപോയി.
അജൻ കണ്ണിലെ കൃഷ്ണമണി പോലെ തൻ്റെ മകനെ നോക്കി. അദ്ദേഹം പിന്നീട് വിവാഹം കഴിച്ചില്ല. കാലഘട്ടം മുന്നോട്ട് പോയപ്പോൾ അജന് ശാരീരികമായി ചില അസ്വസ്ഥതകൾ ഉണ്ടായി. പരിശോധിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് അർബുദം അഥവാ ക്യാൻസറാണ് വന്നെത്തിയത് എന്ന് മനസ്സിലായി. ഒരിക്കൽ കാര്യങ്ങൾ തകിടം മറിയുകയാണ് എന്ന് കണ്ട അദ്ദേഹം തൻ്റെ മകനായ നേമിയെ രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് തൻ്റെ ഭാര്യയായ തൻ്റെ പ്രണയിനിയായ ഇന്ദുമതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെള്ളക്കുതിരയുടെ പുറത്തേറി സരയൂ എന്ന നദിയുടെ തീരത്തേക്ക് ചെന്ന് കുതിരയെ നിർത്തി കുതിരയിൽ നിന്നിറങ്ങി ആ പ്രകൃതിയെ പ്രണമിച്ച് സരയൂ നദിയിലേക്ക് ഇറങ്ങുന്നു. സരയൂ നദിയുടെ ഓളങ്ങൾ അജനെന്ന രാജാവിനെ ഗാഠം ആലിംഗനം ചെയ്യുന്നു. അജൻ പിന്നെ തിരികെ വന്നില്ല. പൂർണ്ണചന്ദ്രനും പ്രകൃതിയും വെള്ളക്കുതിരയും ഒക്കെ ആ രംഗത്തിന് സാക്ഷിയായി മൂകമായി നിന്നു. നേമി വളരെ മിടുക്കനായിരുന്നു. അച്ഛൻ്റെ അഭാവത്തിൽ രാജ്യകാര്യങ്ങൾ പൊന്നുപോലെ അദ്ദേഹം നോക്കി നടത്തി. നേമിയുടെ മിടുക്ക് പ്രശസ്തി എമ്പാടും പരന്നു. ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടമുണ്ടാകുമ്പോൾ ദേവന്മാർ നേരത്തെ അജനെ സമാശ്രയിച്ചിരുന്നു. അതുപോലെ നേമിയെ കാണുന്നതിന് വേണ്ടി ദേവന്മാരെത്തി. ശംബരൻ എന്ന് പറയുന്ന ഒരു ക്രൂരനായ അസുരൻ ദേവന്മാരെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി യുദ്ധം ചെയ്യുകയാണ്. ദേവന്മാർ വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിലായപ്പോൾ നേമിയുടെ അരികിലെത്തുകയും നേമി ഈ യുദ്ധത്തിൽ പങ്കെടുക്കാമെന്നേൽക്കുകയും ശംബരനുമായിട്ടുള്ള ദേവലോകത്തെത്തി ശംബരനുമായുള്ള യുദ്ധം നടക്കുകയും ചെയ്യുന്നു. ശംബരൻ ഒരേ സമയത്ത് 8 ദിക്കിലും അദൃശ്യനും ദൃശ്യനും വിവിധ രൂപത്തിലും ഒക്കെയായി നിന്നുകൊണ്ട് നേമിയുമായി പോരാടി. ദശരഥൻ 8 ദിക്കിലും അനായാസേന തൻ്റെ രഥം വായിച്ചു. ഒപ്പം ആകാശത്തും ഭൂമിയിലും നിന്ന് യുദ്ധം ചെയ്തു. ശംബരനെ പരാജയപ്പെടുത്തിയ നേമിയെ ദേവന്മാർ ഹർഷാരവങ്ങളോടുകൂടി സ്വീകരിക്കുന്നു. നേമിക്ക് ദേവന്മാർ നൽകിയ പട്ടമാണ്, ബിരുദമാണ് ദശരഥൻ എന്ന നാമധേയം.